ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് പറയാൻ വന്നത് ഒരു കോടതിയുടെ ഒരു ശിക്ഷാവിധിയെക്കുറിച്ചാണ്. അതായത് നമുക്ക് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്ന് പിന്നെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒത്തിരി പ്രയാസങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരുന്നാലും അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾക്കാണെങ്കിലും പിണക്കങ്ങൾ വന്നിട്ട് നമ്മൾ കുറച്ച് നാൾ ഒന്നിൽ മാറി താമസിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പിരിഞ്ഞിരുന്നതിന് ശേഷം നമുക്ക് പിന്നെ വേറൊരു ബന്ധത്തിലോട്ട് നമ്മൾ പോകും. അങ്ങനെ പോയി പിന്നെ അവരുമായിട്ട് നമ്മൾ കുറച്ച് മാനസികമായിട്ടുള്ള സ്നേഹബന്ധങ്ങളിലൊന്നും വലിയ തെറ്റില്ല. പക്ഷേ ശാരീരികമായിട്ടൊക്കെ ബന്ധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം നമ്മൾ ഈ വിവാഹം നിലനിൽക്കെ തന്നെ നമ്മൾ വേറൊരു വിവാഹത്തിലോട്ട് പോകും. അതായത് ഈ വിവാഹ ബന്ധം എന്തായാലും രണ്ടുപേരുടെയും ഇഷ്ടമില്ലാണ്ട് നമുക്ക് മ്യൂച്വലായിട്ടുള്ളതില്ലാണ്ട് പെട്ടെന്ന് അത് അവോയ്ഡ് ചെയ്ത് കിട്ടാൻ ചാൻസ് കുറവാണല്ലോ. അപ്പോൾ തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ ഇഷ്ടങ്ങളനുസരിച്ച് നമ്മൾ ആ വിവാഹം നിലനിൽക്കവേ നമ്മൾ മറ്റൊരു വിവാഹത്തിലോട്ട് ഏർപ്പെടും. അങ്ങനെ ഏർപ്പെടുന്ന അങ്ങനത്തെ ആ ഒരു അവസ്ഥയ്ക്ക് ഇന്ത്യൻ കോഡ് പ്രകാരം നമുക്ക് പനിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് BNS സെക്ഷൻ 82 പ്രകാരം 7 വർഷം വരെ നമുക്ക് തടവ് കിട്ടാനുള്ള ഒരു ഒഫൻസ് കൂടിയാണിത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ദമ്പതികൾ വിവാഹശേഷം നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വിവാഹം ബന്ധം അല്ലെങ്കിൽ ആ ഒരു വിവാഹിതര ബന്ധം നിലനിൽക്കവേ തന്നെ മറ്റൊരു ബന്ധത്തിലോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്താൽ അത്രയും നല്ലതാണ് കേട്ടോ.